പണ്ടൊരു അറബി ഒരു പ്രാവിനെ വാങ്ങിച്ച കഥയുണ്ട്. 2 മാസം കൊണ്ട് ഈ പ്രാവ് പറക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാവിനെ അയാൾ വാങ്ങിക്കുന്നത്. രണ്ടല്ല, നാലല്ല, 6 മാസം കഴിഞ്ഞിട്ടും ഈ പ്രാവ് പറക്കുന്നില്ല. എല്ലാ ദിവസവും കൂട് തുറക്കും, പ്രാവിനെ പറത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പ്രാവ് പറന്നുപോയി തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മരച്ചില്ലയിൽ പോയി ഇരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ തിരിച്ചു വരും, കൂട്ടി കയറിയിരിക്കും. ഇത് തന്നെ എല്ലാ ദിവസവും. കുറച്ചു കഴിഞ്ഞപ്പോ ഇയാൾക്ക് ദേഷ്യം വന്നു. ഒരിക്കൽ ഒരു യാത്ര പോകാൻ പുറപ്പെടുന്ന സമയത്ത് ഈ പ്രാവിനെ അറുത്ത് കഴിച്ചോളൂ എന്ന് തന്റെ ജോലിക്കാരനെ വിളിച്ച് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. എന്തായാലും അറുക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഒരു ശ്രമം നടത്താമെന്ന് ജോലിക്കാരൻ വിചാരിക്കുകയാണ്. അയാൾ വന്ന് കൂട് തുറന്ന് ഈ പ്രാവിനെ പറത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഈ പ്രാവ് ഇതേപോലെ തന്നെ പറക്കുന്നു, അടുത്തുള്ള ആ മരച്ചില്ലയിൽ പോയിരിക്കുന്നു, തിരിച്ചു വരുന്നു, കൂട്ടിലേക്ക് കയറുന്നു. വീണ്ടും അയാൾ കൂട് തുറന്ന് പറത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പ്രാവ് പോയി മരച്ചില്ലയിൽ ഇരിക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ തിരിച്ചു വരുന്നു, കൂട്ടിലിരിക്കുന്നു. അയാൾക്ക് കാര്യം മനസ്സിലായി. അയാൾ അകത്ത് ചെന്ന് ഏറ്റവും മൂർച്ചയേറിയ ആ ആയുധം എടുത്തിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന അയാള് ചെയ്ത ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചില്ല അങ്ങ് മുറിച്ചു കളയുക എന്നുള്ളതായിരുന്നു. ചില്ല മുറിച്ചതിന് ശേഷം ഇയാൾ വീണ്ടും വന്നു, കൂട് തുറന്ന് പ്രാവിനെ പറത്തി. പ്രാവ് പറന്ന് ആ ചില്ലയുടെ ഭാഗത്തേക്ക് ചെന്നു. അവിടെ നോക്കുമ്പോൾ ചില്ലയില്ല. ചില്ലയില്ല എന്ന് കണ്ട പ്രാവ് തിരിച്ച് നേരെ കൂട്ടിലേക്ക് പറന്നു വരികയാണ്. കൂട്ടിലേക്ക് തിരിച്ച് പറന്നു വരുമ്പോ അതിന്റെ ഡോർ അടച്ചിട്ടതായിട്ടാണ് ആ പ്രാവ് കാണുന്നത്. എന്ന് മാത്രമല്ല, ആ മുറിച്ചെടുത്ത കമ്പുമായിട്ട് ഈ ജോലിക്കാരൻ അവിടെ നിൽക്കുകയാണ് ഈ പ്രാവിനെ ആട്ടാൻ വേണ്ടിയിട്ട്. പ്രാവിനെ ആട്ടുന്നു, പ്രാവ് തിരിച്ചു പോകുന്നു, ആ ചില്ലയുടെ ഭാഗത്ത് പോകുന്നു, അവിടെ ചില്ലയില്ല, വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും ഇയാൾ ആട്ടുന്നു, ഈ പ്രാവ് നേരെ തിരിച്ചു ചെല്ലുന്നു, അവിടെ ചില്ലയില്ല. ഈ രീതിയിൽ 2-3 പ്രാവശ്യം വട്ടമിട്ട് വരുന്ന ആ പ്രാവ് നന്നായിട്ട് പറക്കാൻ വേണ്ടി പഠിച്ചു എന്നുള്ളതാണ്. അത് പാറി വലിയ ഉയരങ്ങളിലേക്ക് പാറി അകന്നു എന്നുള്ളതാണ് ആ കഥ പറയുന്നത്. ഇവിടെ നമ്മളും നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ ചില കംഫർട്ട് സോണുകളിൽ, കംഫർട്ട് ആയിട്ടുള്ള ചില്ലകളിൽ ഇരിക്കുന്നവരാണ്. എപ്പോഴാണോ നമ്മൾ തന്നെ ആ കംഫർട്ട് സോണുകൾ, ആ ചില്ലകളെ കുറിച്ച് മനസ്സിലാക്കുന്നത്, എപ്പോഴാണോ അത് മുറിച്ചു കളയുന്നത്, അപ്പോൾ മാത്രമാണ് നമുക്കും ഇത്തരത്തിൽ ഉയർന്നു പറക്കാൻ കഴിയൂ എന്നുള്ളതാണ്. സോ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ വളരണമെന്ന്, ഉയരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കംഫർട്ടായിട്ട് ഇരിക്കുന്ന ചില്ലകൾ മുറിച്ചു കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്.